നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഥകളിയുടെ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കെച്ചിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണണം. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രക്കളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെരുക്കൂത്ത്, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. 17-18 നൂറ്റാണ്ടുകളിലായി വികസിതമായ ഈ കലാരൂപം വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോൾ അടക്കമുള്ള പ്രതിഭാശാലികളുടെ ശ്രമഫലമായി ഇന്ന് ലോകപ്രസിദ്ധി കൈവരിച്ചിരിക്കുന്നു. വിവരണം, നാട്യം, നൃത്തം എന്നിവയെ ആംഗികമെന്ന അഭിനയോപാധിയിലൂടെ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് കഥകളിയിൽ. ഒരു വാചകത്തിൽ പറഞ്ഞാൽ ആംഗികമാണ് കഥകളിയുടെ മർമ്മം. കഥകളിക്ക് വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടക്കഥയിലെ സംഭാഷണ ഭാഗങ്ങളായ പദങ്ങൾ പാട്ടുകാർ പിന്നണിയിൽ നിന്നും പാടുകയും നടന്മാർ അഭിനയത്തിലൂടെ കാവ്യത്തിലെ പ്രതിപാദ്യം അരങ്ങത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അഭിനയത്തിനിടയിൽ നടന്മാർ ഭാവാവിഷ്കരണപരവും താളാത്മകവുമായ രംഗചലനങ്ങളും അംഗചലനങ്ങളും പ്രദർശിപ്പിക്കുന്നു. പദങ്ങളുടെ ഓരോ ഭാഗവും അഭിനയിച്ചു കഴിയുമ്പോൾ ശുദ്ധ നൃത്ത ചലനങ്ങൾ അടങ്ങുന്ന കലാശങ്ങൾ ചവിട്ടുന്നു. ഇങ്ങനെയുള്ള അഭിനയത്തിലും ഇതടങ്ങുന്ന രംഗങ്ങളുടെ പരമ്പരയിലും കൂടെ ഇതിവൃത്തം അരങ്ങത്ത് അവതരിപ്പിച്ച് രസാനുഭൂതി ഉളവാക്കുന്ന കലയാണ് കഥകളി. നൃത്തം, നാട്യം, നൃത്യം, ഗീതം, വാദ്യം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ സമഞ്ജന സമ്മേളനമാണ് കഥകളി. ഇതുകൂടാതെ സാഹിത്യം ഒരു പ്രധാന വിഭവമാണെങ്കിലും ഇത് ഗീതത്തിൻ്റെ ഉപവിഭാഗമായി കരുതപ്പെടുന്നു. കളി തുടങ്ങുന്നതിന് മുൻപ് മദ്ദളക്കേളി, വന്ദന ശ്ലോകം, തോടയം, മേളപ്പദം തുടങ്ങിയ പ്രാരംഭ ചടങ്ങുകളുണ്ട്. പശ്ചാത്തലത്തിൽ ഭാഗവതർ ആലപിക്കുന്ന പദങ്ങൾ ഹസ്തമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും കലാകാരന്മാർ അരങ്ങത്ത് അഭിനയിച്ചാണ് കഥകളിയിൽ കഥ പറയുന്നത്. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. സാത്വിക ഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് പച്ച വേഷം. ഇതിഹാസങ്ങളിലെ വീരനായകന്മാരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നന്മയുടെ ഭാവങ്ങളാണ് പച്ചവേഷങ്ങൾ. മുഖത്ത് കവിൾത്തടങ്ങളുടെയും താടിയുടെയും അഗ്രമൊപ്പിച്ച് അരിമാവും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ച് പുരട്ടിയിട്ട് കടലാസുകൾ അർദ്ധചന്ദ്രാകൃതിയിൽ വെട്ടി മീതെ വെച്ച് പിടിപ്പിക്കുന്നു. നെറ്റിയുടെ മധ്യഭാഗത്തായി ഗോപി വരയ്ക്കുന്നതിന് നാമം വയ്ക്കുക എന്ന് പറയുന്നു. ബലഭദ്രൻ, ശിവൻ തുടങ്ങിയവർക്ക് നാമം വയ്ക്കുന്നതിന് വെള്ള മനയോലയുടെ സ്ഥാനത്ത് കറുത്ത മഷി ഉപയോഗിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാർ, പാണ്ഡവർ, ശ്രീകൃഷ്ണൻ, രാജാക്കന്മാർ, രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയവർക്ക് പച്ചവേഷമാണ്. എന്നാൽ രാക്ഷസ സ്വഭാവമുള്ളവർക്കാണ് സാധാരണയായി കത്തിവേഷം നൽകുന്നത്. രാവണൻ, കംസൻ, ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ തുടങ്ങിയവർക്ക് കത്തിവേഷമാണ്. ഇതിൽ കണ്ണുകൾക്ക് താഴെയായി നാസികയോട് ചേർത്തും പുരികങ്ങൾക്കു മുകളിലുമായി കത്തിയുടെ ആകൃതിയിൽ അല്പം വളച്ച് ചുവപ്പ് ചായം തേച്ച് ചുട്ടിമാവ് കൊണ്ട് അതിരുകൾ പിടിപ്പിക്കുന്നു. കത്തിവേഷത്തെ കുറുങ്കത്തി എന്നും നെടുങ്കത്തി എന്നും 2ആയി വിഭജിച്ചിരിക്കുന്നു. കവിൾത്തടങ്ങൾക്ക് താഴെ കത്തിയുടെ ആകൃതിയിൽ വരയ്ക്കുന്ന അടയാളത്തിന്റെ അഗ്രഭാഗം വളച്ചു വച്ചാൽ കുറുങ്കത്തിയും വളയ്ക്കാതെ നീട്ടി കൺപോളയുടെ അഗ്രങ്ങൾ വരെ എത്തിച്ചു വരച്ചാൽ നെടുങ്കത്തിയുമാകുന്നു.
ശൃംഗാര രസം അഭിനയിക്കുന്നവരുടെ വേഷം കുറുങ്കത്തി തന്നെ ആയിരിക്കണം. ദുശാസനൻ, ഘടോൽകചൻ തുടങ്ങിയവരുടെ വേഷം നെടുങ്കത്തി ആയിരിക്കണം. പച്ചവേഷത്തോട് സമാനമായ നിറക്കൂട്ടിൽ ചുവന്ന വരകൾ കവിളുകളിൽ വരയ്ക്കുകയും മൂക്കിലും നെറ്റിയിലും വെള്ള ഉണ്ടകൾ വയ്ക്കുകയും ചെയ്യുന്നു. വസ്ത്രാഭരണങ്ങളെല്ലാം പച്ചവേഷം പോലെ തന്നെയാണ്. താടി വേഷങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ്: വെള്ളത്താടി, ചുവന്ന താടി, കറുത്ത താടി എന്നിവയാണവ. വെള്ളത്താടി ഹനുമാൻ, ജാംബവാൻ പോലെയുള്ള അതിമാനുഷരും സത്വഗുണമുള്ളവരുമായ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നു. തമോ ഗുണരും രജോ ഗുണരുമായ കഥാപാത്രങ്ങൾക്കാണ് ചുവന്ന താടി നൽകുക. ഉദാഹരണത്തിന് ഭഗൻ, ബാലി, സുഗ്രീവൻ, ദുശാസനൻ, ത്രികർത്തൻ മുതലായവർ. ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടി വേഷം. കാട്ടാളനെ പോലുള്ള താമസ സ്വഭാവികളായ വനചാരികൾക്കാണ് കരിവേഷം നൽകുക. ഇവരിൽ ആൺകരിക്ക് കറുത്ത താടി കെട്ടിയിരിക്കും. പെൺകരിക്ക് നീണ്ട സ്തനങ്ങളും കാതിൽ തോടയും ഉണ്ടായിരിക്കും. ശൂർപ്പണഖ, ലങ്കാലക്ഷ്മി, നക്രതുണ്ടി തുടങ്ങിയവർ ഈ ഗണത്തിൽപ്പെടുന്നു. ആധ്യാത്മിക ഭാവമോ ശാലീനതയോ ഉള്ള കഥാപാത്രങ്ങൾക്കാണ് മിനുക്ക് നൽകുന്നത്. രാക്ഷസികൾ ഒഴികെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഋഷിമാർക്കും മിനുക്ക് വേഷമാണ്. മനയോല വെള്ളം ചേർത്തരച്ച് മുഖത്ത് തേക്കുന്നതിന് മിനുക്ക് എന്ന് പറയുന്നു. ഇതിൽ അല്പം ചായില്യം കൂടെ ചേർത്താൽ ഇളം ചുവപ്പ് നിറം കിട്ടും. സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും മിനുക്ക് വേഷമാണ് നൽകുക. ഇവർക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള നിറക്കൂട്ടാണ് നൽകുക. സ്ത്രീകൾക്ക് കണ്ണെഴുത്ത്, ചുണ്ടു ചുവപ്പിക്കൽ തുടങ്ങിയവ മനോധർമ്മം പോലെ ചെയ്ത് ഉടുത്തുകെട്ട്, കുപ്പായം തുടങ്ങിയവയണിഞ്ഞു തലയിൽ കൊണ്ട കെട്ടി പട്ടുവസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു. ശിവൻ, ബലഭദ്രൻ, ആദിത്യൻ തുടങ്ങി ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് മാത്രം പഴുപ്പ് വേഷം നൽകുന്നു. ഇനി കഥകളി തുടങ്ങുന്നതിന് മുമ്പുള്ള ചടങ്ങുകളെ പറ്റി പറയാം. കേളികൊട്ട്. കഥകളിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളി. സന്ധ്യയ്ക്ക് മുമ്പാണ് കേളികൊട്ട്. കഥകളിയുടെ അസുരവാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. കളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങുകേളി. ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ഇതിനുപയോഗിക്കുന്നു. ദേവവാദ്യമായ മദ്ദളം ആദ്യമായി അരങ്ങത്തെത്തിക്കുന്നത് കൊണ്ട് പ്രത്യേക ഐശ്വര്യം കൈവരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശുദ്ധമദ്ദളം, കേളിക്കൈ, ഗണപതിക്കൊട്ട് എന്നീ പേരുകളും ഈ ചടങ്ങിനുണ്ട്. ഇഷ്ടദേവതാ പൂജയാണ് തോടയം. കുട്ടിത്തരം വേഷക്കാർ തിരശ്ശീലയ്ക്കു പിറകിൽ നിന്നുകൊണ്ട് നടത്തുന്ന സ്തുതിപരമായ നൃത്തമാണ് തോടയം. വളരെ ലഘുവായ അണിയറ മാത്രമേ ഈ വേഷക്കാർക്കുണ്ടാവൂ. പ്രകൃതിയും പുരുഷനുമായുള്ള അഥവാ ശിവനും ശക്തിയുമായുള്ള കൂടിച്ചേരലിലൂടെ സൃഷ്ടി നടക്കുന്നുവെന്ന പ്രതീകാത്മകമായുള്ള അവതരണം കൂടിയാണ് തോടയം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.